യാബോക്കടമിൻ്റെ തീരത്ത് യാക്കോബ് എന്ന് പറയുന്ന ഒരു ഭക്തനായ മനുഷ്യന് കർത്താവിനോട് മല്ലു പിടിക്കുക. അവൻ്റെ ആവശ്യം എന്താണെന്നറിയാമോ? സ്തോത്രം. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഞാൻ പറയുന്ന യോഗത്തിന് പോയാൽ അങ്ങനെയുള്ള യോഗത്തിന് പോകണം. കണ്ടോ, മിണ്ടുന്നില്ല. കർത്താവെ ഒക്കുവാന്നേ ഒന്ന് അനുഗ്രഹിച്ചേക്കണേ എന്നല്ല, എന്നെ അനുഗ്രഹിച്ചല്ലാതെ. ആ മൽപ്പിടുത്തത്തെക്കുറിച്ച് ഹോശയ്യാവ് പ്രവചിച്ചപ്പോൾ എഴുതിയ കേൾക്കണോ? അവൻ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത കണ്ണുനീരിനെ മറികടക്കുന്നവനല്ല ദൈവം. ദൈവത്തിന് സ്വന്തം അവിടെ വായിക്കുന്നൊരു ഭാഗമുണ്ട്. അവർ തമ്മിൽ മൽപ്പിടുത്തം നടത്തിയപ്പം ദൂതൻ കയറി എന്നെ വിടൂ എന്ന് പറഞ്ഞിട്ട് വിട്ടില്ല. കണ്ടോ, പ്രാർത്ഥിക്കുന്നവനെ വിട്ടുപോകാൻ പറ്റത്തില്ല ദൈവത്തിന്. ദൂതൻ കയറി തൊട്ടു. അവിടെ വായിക്കുന്ന അവൻ്റെ കാലുളുക്കിപ്പോയി. കൂടെ യാക്കോബ് വലിയ അനുഗ്രഹം പ്രാപിച്ചപ്പോഴും അവൻ്റെ കാലിലൊരു ചൂടടയാളം കിടപ്പുണ്ട്. അതാരാ? ദൈവം സ്പർശിച്ചതിൻ്റെ ചൂടാ. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിൻ്റെ കുടുംബത്തിൽ ആർക്കുമില്ലാത്തൊരു സ്പർശനം നിൻ്റെ മേൽ വരട്ടെ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേരതിന് ആമീൻ പറയും? ദൈവം ചിലരെ തൊടാൻ പോവുക. അപ്പം കർത്താവ് എന്ത് ചെയ്തെന്നറിയോ? അവരെ ചേർത്തിങ്ങി പിടിച്ചു. തടയാൻ പറഞ്ഞവരോട് പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ എന്ത് ചെയ്യരുത്? തടയരുത്. കണ്ടോ, ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഒരു സ്പർശനത്തിന് കൊതിക്കുന്നവരെ തടയുന്ന ധാരാളം പേരുണ്ട്. ചില വീട്ടുകാർ നിന്നെ തടയുന്നുണ്ട്, സ്നേഹിതർ തടയുന്നുണ്ട്, പ്രയറിന് പോകല്ലെന്ന് പറയുന്നുണ്ട്. അതിനെ ഓവർകം ചെയ്ത് നീ വരുമ്പോൾ ഓർത്തോണം, കർത്താവ് നിന്നെ തൊടാതിരിക്കത്തില്ല. ഹല്ലേലൂയ. നമുക്ക് ഇച്ചിരൂടെ ഗഹനമായിട്ട് ദൂതിനെ കൊണ്ടുപോകാം. നോക്കി, കർത്താവ് എന്ത് ചെയ്യുന്നവരോ? ചേർത്ത് പിടിച്ചു. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് കർത്താവ് ഒന്ന് ചേർത്ത് പിടിക്കണമെന്ന്? ഈ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഡാഡിയെന്നൊക്കെ പറഞ്ഞ് വരുമ്പം അപ്പന്മാരെന്ത് ചെയ്യും? പിള്ളേരെ പിടിച്ച് അമ്മമാരും എന്ത് ചെയ്യും? അവരുടെ ദേഹത്തോട് ചേർത്തിങ്ങ് പിടിക്കും. ഹല്ലേലൂയ. കണ്ടിട്ടില്ലയോ? അവൻ പിന്നെ അവൻ്റെ കളിയൊക്കെ ചേർത്ത് പിടിക്കുന്ന അപ്പൻ്റെ കയ്യിലും അമ്മേൻ്റെ കയ്യിൽ നിന്നുകൊണ്ടാണ്. ഇതുപോലെ ബൈബിള് പറയുന്നത്. ആ കർത്താവ് നിന്നെ എന്ത് ചെയ്തു? പിടിക്കുന്ന ചിലരോടൊക്കെ എപ്പോഴൊക്കെയാണ് കർത്താവ് ചേർത്ത് പിടിക്കുന്നതെന്ന് ബൈബിളിൽ നിന്ന് തെളിയിക്കാൻ നേരമില്ല. കാരണം അതല്ല എൻ്റെ ദൂത്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്, കർത്താവേ ഇന്ന് എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണേ? നിൻ്റെ അമ്മ നിന്നെ ഉപേക്ഷിച്ചു, അപ്പൻ നിന്നെ ഉപേക്ഷിച്ചു, കർത്താവ് പറയാം ഞാൻ ചേർത്ത് പിടിക്കാം. ഒരിക്കൽ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ വള്ളത്തെ കയറി അക്കരയ്ക്ക് പൊക്കോളാൻ. സ്തോത്രം. അങ്ങനെ ഇവിടെ വലിയ അപ്പത്തിൻ്റെ വലിയ പരിപാടിയൊക്കെ നടന്നു കഴിഞ്ഞപ്പം ഓരോ കൊട്ടി അപ്പവും കൊണ്ട് വീട്ടിൽ പോയി. യേശു തന്ന അപ്പമാണെന്ന് പറയാമെന്ന് ഇവന്മാർ ചിന്തിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, അപ്പത്തിൻ്റെ ഷോ വേണ്ട, വള്ളത്തെ കയറിക്കോളാൻ പറഞ്ഞു. ഈ നമ്മളാരും സാത്താനൊരിക്കൽ കർത്താവിൻ്റെ അടുക്കൽ ഒരു അടവുമായിട്ട് വന്നേച്ച് പറഞ്ഞു, സ്തോത്രം, നീ ദൈവമാണെ ഒറ്റ ഷോ കാണിക്കന്നെ. എന്തുവാ ഷോ? അപ്പോൾ കല്ലെടുത്തേച്ച് പറഞ്ഞു, ഇതങ്ങ് അപ്പം ആക്കാൻ പറഞ്ഞു. സ്തോത്രം. അപ്പം നിൻ്റെ സഭയിൽ ആൾ കൂടുമെന്ന് പറഞ്ഞു. സ്തോത്രം. രണ്ടാമത് പറഞ്ഞു, മേളിക്കരട് താപ്പോട്ടി ആടണം, ദൂതം പിടിക്കും, അത് കണ്ട് ആൾ കൂടും. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. സാത്താൻ ഒത്തിരി അടവുമായിട്ട് വന്നു. കർത്താവ് പറഞ്ഞു, സ്തോത്രം, അപ്പത്തിൻ്റെ ഷോയുവാന്ന് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, സ്തോത്രം, നീ പൊക്കോ, അപ്പം തിന്നുന്നത് കൊണ്ട് മാത്രമല്ല വചനം കൊണ്ട് ജീവിക്കുന്ന ഒരു തലമുറ ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോവാ.